ചെറിയൊരു യാത്ര പോവാം ഫ്രണ്ട്സ്. എന്റെ ചേച്ചിയുടെ വീട് വരെ പോവാട്ടെ. കുറച്ച് ദിവസം കണ്ടേ പോകണമെന്ന് വിചാരിക്കും, നടന്നില്ല. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് കൊട്ടാരക്കര എത്തിയേട്ടൻ എന്തോ ഫയൽസ് ഒക്കെ മേടിക്കാണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. അപ്പോഴായിട്ട് ഞാൻ കമ്മൽ കിടക്കുന്നുണ്ട്. ഞാനും കലസ് പെട്ടെന്ന് ഓടിപ്പോയി കമ്മൽ വാങ്ങിച്ചു കേട്ടോ. മോൾക്കൊരു സ്റ്റഡും ഞാൻ ഈ കമ്മലും കേട്ടോ വാങ്ങിച്ച്. കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി. പിന്നെ ഞങ്ങൾ ഇവിടെ നേരെ ഒരു ബേക്കറി കയറി കുറേ സ്നാക്സും വാങ്ങിച്ചു. പിന്നെ നല്ല ദാഹം ഉണ്ടായിരുന്നു. ലഞ്ച് കഴിച്ചിട്ടൊക്കെ ഇറങ്ങി, എങ്കിലും നല്ല ചൂടായിരുന്നു. ഞങ്ങൾ മൂന്നുപേരും വാങ്ങിച്ചു കുടിച്ചു. ഏട്ടന് ഐറ്റംസ് ഒന്നും ഇഷ്ടമല്ല കേട്ടോ. പിന്നെ നിർബന്ധിക്കാനും പോയില്ല. അങ്ങനെ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലെത്തി. ഏട്ടാ ഫസ്റ്റ് ടൈം ആട്ടോ ഫ്രണ്ട്സ് ഇവിടെ വരുന്നത്. ഞാൻ പിന്നെ ഇവിടുത്തെ ഹൗസ് വാമിങ്ങിന് വന്നായിരുന്നു. കുട്ടീസ് എല്ലാം വെയിറ്റിംഗിലാണ്. കല്ലൂസിനെയും കാശിക്കുട്ടനെയും അവർ ഭയങ്കര കൂട്ടാട്ടോ. ഇനി തിരിച്ചു പോകുമ്പോൾ കല്ലൂസിനെയും കാശിക്കുട്ടനെ കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് ഓഫറുകൾ കൊടുക്കേണ്ടി വരും ഫ്രണ്ട്സ്. അങ്ങനെ ഞാൻ വീട്ടിലോട്ട് കയറുവാണെങ്കിൽ ഏട്ടൻ വണ്ടി ഒതുക്കിയിടാൻ പോയി. ഞങ്ങൾ അകത്തോട്ട് വന്നപ്പോൾ ചേച്ചി ഒരു മിന്നായം പോലെ കണ്ടായിരുന്നു. എങ്ങോട്ട് പോയി നോക്കണമല്ലോ. കുട്ടീസ് എല്ലാം അവരുടെ പ്രോഗ്രാമിന്റെ സ്റ്റാർട്ടിങ്ങിൽ നിൽക്കും കേട്ടോ. ഇനി അങ്ങ് തുടങ്ങും. പിന്നെ പിടിച്ചാൽ കിട്ടൂല. പിന്നെ കാശിക്കുട്ടൻ എവിടെ പോയി ഒരു ബോളൊക്കെ എടുത്തോണ്ട് എവിടെ പോയി കണ്ടുപിടിച്ചെന്ന് എനിക്ക് തന്നെ അറിയില്ല. തപ്പിപ്പറക്കി കണ്ടുപിടിക്കുക ഇവർക്കൊക്കെ പ്രത്യേക കഴിവാട്ടോ. പിന്നെ ചേച്ചിക്ക് ഇവിടെ കുറേ ചെടിയുടെ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ കല്ലൂസിന് സൈക്കിൾ ചവിട്ടണം. അങ്ങനെ ഏട്ടാ അവളെ സൈക്കിൾ ചവിട്ടാൻ പഠിപ്പിക്കുമായിരുന്നു. അപ്പൊ കാശിക്കുട്ടിന് ഭയങ്കര പരാതി, എന്റെ കൂടെ കളിച്ചിരുന്ന്. അങ്ങനെ അവന്റെ കൂടെ കുറെ നേരം ബോളൊക്കെ കളിച്ചു. ഇനി ചായ കൂടി പരിപാടി കേട്ടോ. ഏത്തക്കാപ്പവും കേക്കൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് കുറച്ചു നേരം എല്ലാവരോടും സംസാരിച്ചു. ഏട്ടനും അണ്ണനോട് എന്തൊക്കെയോ കത്തി വെക്കുന്നുണ്ട്. ഇനി ഞങ്ങൾ തിരിച്ചു ഫ്രണ്ട്സ്. ബൈ.